6 തേച്ചത് നീ. അതാണ് ഒന്നിൽ കൂടുതലുള്ളപ്പോ അവൻ കൺഫ്യൂഷൻ ആണ്. കൊറേ ഉണ്ടായിരുന്നല്ലോ. ലാസ്റ്റ് ഉണ്ടായിരുന്നതില് സാനിയാണ് തേച്ചത്. സാനിയാണ് തേച്ചതാ. എന്തിനാ ചേട്ടാ തേച്ചേ? ആരാന്ന് അത് പറയാൻ പറ്റില്ലല്ലോ, പാവല്ലേ. അതല്ല, അയ്യോ പേരൊന്നും പറയണ്ട. പിന്നെ എന്തിനാ തേച്ചേ? എപ്പോഴത്തെ കാര്യം പറഞ്ഞു? ലാസ്റ്റ് നിനക്ക് ഉണ്ടായിരുന്നേ നമ്മുടെ മാരേജ്. ആ ശരിയാ. അതെ, തേച്ചതൊന്നല്ല, പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം അത് അങ്ങനെയാണ്. ആണോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നും. എന്തോ കൊറേ നേരം ആലോചിക്കണം. ചിലത് ഞാൻ മറന്നുപോയി, എന്താന്ന് അറിഞ്ഞൂടാ. ആണോ? കാര്യം നമ്മളെ പാസ്റ്റ് അല്ലേ, നമ്മളത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോട്ടോ. ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാനിഫിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള യുവനടി? ആരിഷ്ടല്ല? ഇവിടെ വിഷയാവണോണ്ടാണ് ഇഷ്ടമല്ല എന്നൊക്കെ പറയണേ. നടിമാരൊന്നും ഇഷ്ടമല്ല എനിക്ക്. ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമാണ്, പക്ഷെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഇഷ്ടമില്ല. മലയാളത്തിലും ഏതിലായാലും ഇല്ല. ആക്ടേഴ്സിനാണ് എനിക്ക് ഇഷ്ടം, മീൻസ് നടന്മാരാണ് എനിക്ക് ഇഷ്ടം. എന്നാ നടൻ. ഇത് വായിച്ചിട്ട് ഒരു മിനിറ്റ്. ചേട്ടാ എന്താ ഹണി ചേച്ചിന് ഇഷ്ടമല്ല? ഹണി ചേച്ചിന് ഇഷ്ടമാണ്, അല്ലാണ്ട് പിന്നെന്താ എഴുതാത്തെ? ഇവിടെ എല്ലാരും ഹണി ചേച്ചി ഫാൻസാ. ചേട്ടാ ഇവരൊക്കെ ഞാൻ കുറച്ച് മാറ്റി പിടിക്കണ്ടേ? മറ്റേ സാധനം ഹണി ചേച്ചിനെ ആർക്കാ ഇഷ്ടല്ലാത്ത? ഇന്റർവ്യൂ കണ്ട് എഴുതാത്ത? ഹണി ചേച്ചിയുടെ നല്ലൊരു പടം വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ എല്ലാരും വാവോളം നോക്കും. ഏത് പടാ? റേച്ചൽ. അതെ, ചേട്ടനുണ്ടോ? ഞാൻ ഇല്ല. ഹണി ചേച്ചി ഇല്ലേ? ഹണി ചേച്ചി ഉണ്ട്. ചേച്ചി എഴുതിയോ? അയ്യോ, ഇക്കാന്ന് എഴുതി. എത്ര ഇക്കാമാരുണ്ട്? ഇക്ക വണ്ണാനുള്ളി മമ്മൂക്ക. മമ്മൂക്ക കൊറേ, അല്ലെ മമ്മൂക്കല്ല, കൊറേ ഇക്കാമാരുണ്ട്. ഇല്ല, നമുക്ക് ഇക്കാന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഇക്കയാണല്ലോ. പണിഷ്മെന്റ് ഉണ്ട്, പണിഷ്മെന്റ്. ചേച്ചിയെ തെറ്റിച്ചേ. അടുത്ത പണിഷ്മെന്റ് എന്താന്ന് വെച്ചാല് അഞ്ജനയ്ക്ക് സാനിഫിന്റെ വീട്ടുകാരോട് പറയാനുള്ളത് എന്താണ്? ഇവിടെ നോക്കി പറഞ്ഞോ. ഇത് പണിഷ്മെന്റാ, ഇതൊക്കെ ഒരു പണിഷ്മെന്റാ. ശരിക്കും പണിഷ്മെന്റാ. എനിക്ക് തന്നൊരു പണിഷ്മെന്റ് ഇതാ, അപ്പൊ ഞാൻ അത് കൊടുത്തു. വേണ്ടായിരുന്നു. ഇവിടെ നോക്കി പറയണേ. എന്തിനാ ഈ പാവത്തിന് പണിഷ്മെന്റ് കൊടുക്കുന്നത്? എനിക്ക് സെഞ്ചുടെ ഫാമിലി. ആരോടാ? ഉമ്മനോടാ. എന്താ പറയാനുള്ളത് പറഞ്ഞു. ഹായ് ഉമ്മ, ഹായ് ഉപ്പ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാണാൻ കഴിയാത്തതിൽ രണ്ടുപേരെയും കാണാൻ കഴിയാത്തതിൽ വിഷമമൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ടാറ്റ, ലവ് യു. പോരെ? കരയുവാണോ? അല്ല. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് പോവാൻ പറ്റിയിട്ടില്ല? സാനിയുടെ വീട്ടിലേക്കാ? ഇല്ല. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഒരു 3 വർഷത്തിന്റെ അടുത്തായി. ആണോ? ലൈക്ക് അവര് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതുകൊണ്ടാ? എന്റെ വീട്ടില് പ്രോബ്ലം ഇല്ല, പക്ഷെ സാൻസിയുടെ വീട്ടില് കുറച്ചുകൂടി അധികം സ്ട്രിക്റ്റ് ആണ്. ഓർത്തഡോക്സ് ആണോ? അതെ, കാസർഗോഡാണ്. അപ്പൊ അവർക്ക് അക്സെപ്റ്റ് ചെയ്തോന്ന് ചോദിച്ചാ അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ ഇല്ല. ഇതുവരെ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ആണോ? ഫോട്ടോസും വീഡിയോസും ഡെയിലി അവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ അറിയാറുണ്ട്, പക്ഷെ കാണാൻ ഇല്ല. ലൈക്ക് കോൾ ചെയ്തോ സംസാരിക്കാനോ? ഉമ്മ കോൾ ചെയ്യുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. ഹലോ ഉമ്മ പറയുമ്പോഴത്തേക്ക് തന്നെ ഉമ്മ കട്ട് ചെയ്തിട്ടോ. ഉമ്മ കട്ട് ചെയ്തിട്ടല്ല, ഉമ്മ കട്ട് ചെയ്തിട്ട് പോവും. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ലായിരുന്നു. ആണോ? അല്ല, അപ്പം ലൈക്ക് ഇത് പെട്ടെന്ന് അവര് അറിഞ്ഞപ്പം അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അഫ്കോഴ്സ് എല്ലാ പാരന്റ്സിനും ഒരിക്കലും അവരുടെ മകള് അല്ല കുട്ടികൾ ഇങ്ങനെ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുമില്ല, ഇഷ്ടാവത്തുമില്ല. ആദ്യം വീട്ടില് സംസാരിച്ചു നോക്കിയിരുന്നോ? എന്റെ വീട്ടില് സെഞ്ചു വന്ന് സംസാരിച്ചു, പക്ഷെ അവര് ഓക്കെ അല്ലായിരുന്നു.
സോ ഇതിപ്പോ രണ്ട് വീട്ടിൽ സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നിയപ്പോ ആദ്യം വീട്ടിൽ വന്നിട്ട് ഫോണിൽ സംസാരിച്ചു. ഫോണിൽ സംസാരിച്ചു. തോന്നിയപ്പോ ഞങ്ങൾ തന്നെ ഡിസിഷൻ എടുത്തു. പിന്നെ അത് കഴിയുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ വീട്ടില് കുറച്ച് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓൾറെഡി അവര് മാരേജ് ചെയ്തു. സോറി, ഞങ്ങൾ മാരേജ് ചെയ്തു. പിന്നെ അവര് പിന്നെ സപ്പോർട്ടീവ് ആണ്. പക്ഷെ സാനിയുടെ വീട്ടില് ഡിഫറെന്റ് റിലീജിയൻ ആണല്ലോ, പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ഉപ്പ ഓക്കെയാണ്, ബ്രദേഴ്സും ഓക്കെയാണ്. ഉമ്മ ഓക്കെ ആവും. ഓക്കെ ആവട്ടെ.